ദില്ലി കേരള ഹൌസിലെ ബീഫ് നിരോധനത്തിനെതിരെയും പോലീസ് നടപടിക്കെതിരെയും വ്യാപക പ്രതിഷേധം. ഇടത് എംപിമാർ കേരള ഹൌസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. താൽക്കാലിക രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉമ്മൻചാണ്ടി RSSനോട് അമിത വിധേയത്വം കാണിക്കുന്നുവെന്ന് പിണറായി വിജയൻ പറഞ്ഞു. വാർത്തയുടെ വിശദാംശങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേർന്നു. സന്തോഷ്, വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ. ധന്യ, ഇന്ന് ഇടത് എംപിമാരുടെ ശക്തമായ പ്രതിഷേധത്തിനാണ് കേരള ഹൌസ് സാക്ഷ്യം വഹിച്ചത്. ഡൽഹി പോലീസ് നടത്തിയ പരിശോധനയും അതിനെ തുടർന്ന് കേരള ഹൌസ് അധികൃതർ ബീഫ് നിർത്തലാക്കിയതുമൊക്കെയാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ഈ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കേരളത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് കേരള ഹൌസ് സംഭവം. ഈ സംഭവത്തിന് പ്രതിഷേധിക്കുന്നതിന് പകരം ബീഫ് നിർത്തലാക്കിയതിലൂടെ RSSനോട് അതിവിധേയത്വം ഉമ്മൻചാണ്ടി കാണിക്കുന്നതായും പിണറായി വിജയൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. വർഗീയ അജണ്ട കേരള ഹൌസിൽ നിർത്തണം എന്നാവശ്യപ്പെട്ടുള്ള പോസ്റ്ററുകൾ ഉയർത്തിക്കാട്ടിയായിരുന്നു ഇടത് എംപിമാരുടെ പ്രതിഷേധം. അതിനുശേഷം ദില്ലിയിലെ മലയാളി പത്രപ്രവർത്തകരും ഇക്കാര്യത്തിൽ പ്രതിഷേധ ധർണ നടത്തുകയുണ്ടായി. ബീഫ് നൽകണ്ടെന്ന് കേരള ഹൌസിന്റെ ചുമതല റെസിഡന്റ് കമ്മീഷണർ ഗാനേഷ് കുമാർ നിർദ്ദേശിച്ചതായി ക്യാന്റീൻ ജീവനക്കാരും അറിയിച്ചിട്ടുണ്ട്. ദില്ലിയിലെത്തിയ ചീഫ് സെക്രട്ടറി ജിജി തോംസണും വിഷയത്തിൽ ഇടപെട്ടു. പശുമാംസം കേരള ഹൌസിൽ വിൽച്ചിട്ടില്ല എന്ന് അദ്ദേഹം അറിയിച്ചു. അതേസമയം വ്യാജ പരാതി നൽകിയ ഹിന്ദുസേന പ്രവർത്തകനെതിരെയും അനുവാദമില്ലാതെ പോലീസ് കേരള ഹൌസിൽ കയറിയതിനുമെതിരെ ദില്ലി പോലീസിന് രേഖാമൂലം പരാതി നൽകിയതായും ജിജി തോംസൺ വ്യക്തമാക്കുകയും ചെയ്തു. ധന്യ. സന്തോഷ് സർലിംഗ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിഷേധം കടുത്തതോടെ ബീഫ് റെയ്ഡിൽ നടപടി ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. പോലീസ് റെയ്ഡിനെ കേന്ദ്ര സർക്കാർ ന്യായീകരിച്ചപ്പോൾ പ്രതിഷേധവുമായി മുഖ്യമന്ത്രിമാർ രംഗത്ത്. കേന്ദ്ര സർക്കാരിന്റെ നടപടി ഫെഡറലിസത്തോടുള്ള വെല്ലുവിളിയെന്ന് VM സുധീരൻ അഭിപ്രായപ്പെട്ടു. ദില്ലി കേരള ഹൌസിൽ ബീഫ് കറി വിൽപ്പന നിർത്തിയ സംഭവം വലിയ വിഷയമാക്കേണ്ട എന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ മറുപടി കേരള ജനതയെ അപമാനിക്കുന്നതാണെന്ന് കോടിയേരി ബാലകൃഷ്ണനും പ്രതികരിച്ചു. എന്നാൽ വിഷയം ആളിപ്പടർന്നതോടെ ദില്ലി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം അറിയിച്ച മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു. കേരള ഹൌസിൽ ബീഫ് നൽകേണ്ടെന്ന തീരുമാനത്തിൽ പ്രതിഷേധം ആളിപ്പടർന്നപ്പോൾ സംഭവം വലിയ വിഷയമാക്കേണ്ടതായിരുന്നു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആദ്യ പ്രതികരണം. ഇവര് എവിടം വരെ ചെന്നു, എവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് എനിക്കറിയില്ല. ഇവര് അകത്തോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും അത് തെറ്റായിട്ടുള്ള നടപടിയാണ്. മിതത്വം പാലിക്കേണ്ടതായിരുന്നു. നമ്മൾ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. ഇന്ന് വരെ ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടി കേരള ജനതയെ അപമാനിക്കുന്നതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. ബീഫ് നിരോധനം സംഘപരിവാറിന്റെ രാഷ്ട്രീയ അജണ്ടയാണെന്നും ഇത് അവഗണിക്കണമെന്നും KPCC പ്രസിഡന്റ് VM സുധീരൻ പ്രതികരിച്ചപ്പോൾ സംഭവത്തിൽ പ്രതിഷേധമറിയിച്ച് ലഫ്റ്റനന്റ് ഗവർണർക്ക് കത്ത് നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ബീഫ് വിൽപ്പന നിർത്തലാക്കിയതിലൂടെ സംസ്ഥാന സർക്കാരാണ് നിയമം ലംഘിച്ചതെന്ന് S രാമചന്ദ്രൻപിള്ള പ്രതികരിച്ചു. സംഭവത്തിൽ പ്രതിഷേധം ശക്തമായതോടെ ദില്ലി പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും കത്തയച്ചു. ന്യൂസ് ഡെസ്ക്. ചന്ദ്രബോസ് കേസിലെ ഒന്നാം സാക്ഷി അനൂപ് വീണ്ടും മൊഴിമാറ്റി. നിസാം ചന്ദ്രബോസിനെ കാർ കൊണ്ടിടിക്കുന്നത് കണ്ടുവെന്നാണ് അനൂപിന്റെ ഇന്നത്തെ മൊഴി. ഇന്നലെ അനൂപ് പ്രോസിക്യൂഷനെതിരായ മൊഴിയായിരുന്നു നൽകിയത്. സാക്ഷി വിസ്താരത്തിന്റെ ആദ്യ ദിവസം കൂറിമാറിയ ഒന്നാം സാക്ഷി അനൂപാണ് ഇന്ന് കോടതിയിൽ മൊഴിമാറ്റിയത്. നിസാമിന്റെ ബന്ധുക്കളുടെ ഭീഷണിയെ തുടർന്നാണ് ഇന്നലെ പ്രോസിക്യൂഷന് എതിരായി മൊഴി നൽകിയതെന്ന് അനൂപ് കോടതിയിൽ പറഞ്ഞു. സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നുവെന്ന പ്രോസിക്യൂഷൻ വാദത്തെ സാധൂകരിക്കുന്നതാണ് അനൂപിന്റെ മൊഴി. ജനുവരി 29 പുലർച്ചെ ശോഭ സിറ്റിയിൽ വെച്ച് നിസാമും ചന്ദ്രബോസും തമ്മിൽ തർക്കമുണ്ടായതായും നിസാം ചന്ദ്രബോസിനെ മർദ്ദിച്ചതായും അനൂപ് പറഞ്ഞു. ചന്ദ്രബോസിനെ അപകടപ്പെടുത്താൻ ഉപയോഗിച്ച ആഡംബര വാഹനവും മർദ്ദിക്കാൻ ഉപയോഗിച്ച ബാറ്റണും അനൂപ് തിരിച്ചറിഞ്ഞു. കേസിന്റെ ആദ്യഘട്ടത്തിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ മൊഴി കളവാണെന്നാണ് ഇന്നലെ അനൂപ് കോടതിയിൽ പറഞ്ഞത്. താൻ കൂറുമാറിയ വാർത്ത മാധ്യമങ്ങളിൽ വന്നതോടെ തനിക്കും കുടുംബത്തിനുമുണ്ടായ അപമാനവും കുറ്റബോധവുമാണ് ഇന്ന് നിസാമിനെതിരെ മൊഴി നൽകാൻ പ്രേരിപ്പിച്ചത്. അനൂപിനെ ഭീഷണിപ്പെടുത്തിയ നിസാമിന്റെ സഹോദരൻ റസാഖിനെതിരെ കേസെടുക്കാൻ പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. നേരത്തെ സാക്ഷികൾക്ക് വേണ്ട സംരക്ഷണം നൽകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചന്ദ്രബോസ് വധക്കേസിലെ സാക്ഷികളുടെ കൂറുമാറ്റം പബ്ലിക് പ്രോസിക്യൂട്ടർ നിയമപരമായി പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസിലെ സാക്ഷികൾക്ക് സംരക്ഷണം നൽകുമെന്നും ആരോപണ വിധേയനായ മുൻ കമ്മീഷണർ ജേക്കബ് ജോബിനെതിരെയുള്ള അന്വേഷണം നടക്കുന്നുണ്ടെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഒന്നാം സാക്ഷിയുടെ കൂറുമാറ്റത്തെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആ കാര്യങ്ങൾ പരിശോധിക്കും. നിയമപരമായ എല്ലാ വശങ്ങളും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും സാക്ഷിക്ക്
ഭീഷണിയോ സമ്മർദ്ദങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് പോലീസ് സംരക്ഷണം നൽകണമെന്ന് ഞാൻ തൃശൂർ റേഞ്ച് ഐജിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് താരം അമിത് മിശ്ര ബാംഗ്ലൂരുവിൽ അറസ്റ്റിൽ. 34-കാരിയെ കയ്യേറ്റം ചെയ്യാനും ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. ബോളിവുഡ് നിർമ്മാതാവായ വന്ദന ജെയിനിന്റെ പരാതിയിൽ ബാംഗ്ലൂരു പോലീസാണ് അമിതിനെ അറസ്റ്റ് ചെയ്തത്. ബാംഗ്ലൂരുവിലെ ഒരു ഹോട്ടലിൽ അമിതിനെ സന്ദർശിക്കാനെത്തിയപ്പോൾ തന്നെ വാക്കാലും ശാരീരികമായും അപമാനിക്കാനും പീഡിപ്പിക്കാനും ശ്രമിച്ചെന്നാണ് വന്ദനയുടെ പരാതി. സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിലെ ബംഗാൾ ടൈഗേഴ്സ് ടീമിന്റെ സഹ ഉടമ കൂടിയാണ് വന്ദന. സെപ്റ്റംബർ 25-നാണ് സംഭവമുണ്ടായത്. അറസ്റ്റ് ചെയ്ത അമിതിനെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു. തിരുവനന്തപുരത്ത് ആദായ നികുതി ഓഫീസിൽ CBI റെയ്ഡ്. കേരളത്തിലെ ഇൻകം ടാക്സ് ചീഫ് കമ്മീഷണർ അനിൽ ഗോയലിനെ CBI ചോദ്യം ചെയ്തു. വ്യവസായികൾക്ക് അനധികൃതമായി സ്വത്ത് സമ്പാദിക്കാൻ കൂട്ടുനിന്നു എന്നതാണ് പരാതി. ഇയാളുടെ വീട്ടിലും CBI റെയ്ഡ് നടത്തി. തിരുവനന്തപുരം സിറ്റിയിൽ ഗുരുതര ക്രമസമാധാന തകർച്ചയെന്ന് വിവരാവകാശ രേഖ. തിരുവനന്തപുരം സിറ്റി പോലീസിൽ ജോലി ചെയ്യുന്ന 164 പോലീസ് ഉദ്യോഗസ്ഥർ ക്രിമിനൽ കേസിൽ പ്രതികളെന്നും രേഖ പറയുന്നു. ബലാത്സംഗം, കൊലപാതക ശ്രമം, ഭവനഭേദനം, കള്ളനോട്ട് കേസിലടക്കം പ്രതികളായ പോലീസുകാർ സിറ്റിയിൽ ജോലി ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം സിറ്റി പോലീസിൽ 126 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ളതായും രേഖകൾ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം നഗരത്തിലെ ക്രമസമാധാന നിലയിൽ ഗുരുതര പാളിച്ചകളുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശ രേഖ. തലസ്ഥാനത്തെ 23 പോലീസ് സ്റ്റേഷനുകളിലായി ജോലി ചെയ്യുന്ന ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ മുതൽ സിവിൽ പോലീസ് ഓഫീസർമാർ വരെയുള്ള 164 പേർ ക്രിമിനൽ കേസിലെ പ്രതികളാണ്. ബലാത്സംഗം, വ്യാജരേഖാ നിർമ്മാണം, മോഷണം, കള്ളനോട്ട് കൈവശം വെക്കൽ, കൊലപാതക ശ്രമം, ബോധപൂർവം സ്ത്രീകളെ അപമാനിക്കൽ, ഭവനഭേദനം, മദ്യക്കടത്ത് എന്നിങ്ങനെ പോകുന്നു തലസ്ഥാനത്തെ പോലീസുകാർ പ്രതികളായ കേസിൻ്റെ വിശദാംശങ്ങൾ. അതോടൊപ്പം തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ 216 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ ഉള്ളതായും വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. 78 SI-മാരുടെയും 14 ASI-മാരുടെയും 38 സീനിയർ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒഴിവുകളുണ്ട്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലും തിരുവനന്തപുരം സിറ്റിയിൽ 86 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ളതായി വിവരാവകാശ രേഖ പറയുന്നു. പൊതുപ്രവർത്തകൻ PK രാജു. സംസ്ഥാനത്ത് പോലീസ് സംവിധാനം ആകെ തകർന്നിരിക്കുകയാണ്. അതിൻ്റെ തെളിവാണ് ഈ വിവരാവകാശ രേഖകൾ പുറത്തുവിടുന്നത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉമ്മൻചാണ്ടിയും ഭരണം നടത്തുന്ന തലസ്ഥാന നഗരിയിലെ സ്ഥിതി ഇതാണ്. തിരുവനന്തപുരം സിറ്റിയിൽ 215 ഹോംഗാർഡുമാർ സേവനമനുഷ്ഠിക്കുന്നതായി പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് വയർലെസ് ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടോ എന്ന കാര്യം സിറ്റി പോലീസിന് അറിയില്ലെന്നും പറയുന്നു. എന്നും നിരവധി ക്രമസമാധാന പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന തിരുവനന്തപുരം സിറ്റിയിൽ ക്രമസമാധാന പാലനം നടത്തുന്നവരിൽ ക്രിമിനലുകൾ ഉണ്ടെന്നതും സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് ആവശ്യത്തിന് പോലീസുകാരില്ലെന്നതും നഗരം ഗുരുതര ക്രമസമാധാന തകർച്ചയിലാണെന്നതിൻ്റെ തെളിവാണ്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ 8 ദിവസം വരെ മദ്യവിൽപ്പനശാലകൾക്ക് അവധി. ഒക്ടോബർ 31 മുതലാണ് മദ്യവിൽപ്പന നിയന്ത്രിക്കുക. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന നവംബർ 7 വരെയാണ് അവധി. നവംബർ 2-ന് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന വടക്കൻ തെക്കൻ ജില്ലകളിൽ ഒക്ടോബർ 31-ന് നിയന്ത്രണം നിലവിൽ വരും. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിലാണ് പരസ്യപ്രചരണം അവസാനിക്കുന്ന 31 മുതൽ നിയന്ത്രണം. ഈ ജില്ലകളിൽ നവംബർ 2-ന് വൈകിട്ട് 5 മണി വരെ മദ്യം ലഭിക്കില്ല. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മധ്യകേരളത്തിലെ ജില്ലകളിൽ നവംബർ 3-ന് വൈകിട്ട് 5 മണി മുതലാണ് നിയന്ത്രണം. വോട്ടെടുപ്പ് അവസാനിക്കുന്ന നവംബർ 5-ന് വൈകിട്ട് 5 മണി വരെയാണ് മദ്യശാലകൾക്ക് അവധി. വോട്ടെണ്ണൽ ദിനമായ നവംബർ 7-ന് സംസ്ഥാനമൊട്ടാകെ ഡ്രൈ ഡേ ആണ്. മദ്യം വിപണനം ചെയ്യുന്ന കടകൾ, ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ക്ലബ്ബുകൾ, മറ്റ് മദ്യവിൽപ്പനശാലകൾ തുടങ്ങിയവയെല്ലാം അടച്ചിടും. ഇവിടങ്ങളിൽ മദ്യം വിപണനം ചെയ്യുന്നതിനുള്ള അനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഡ്രൈ ഡേകളിൽ പോളിംഗ് ഏരിയയ്ക്ക് ചുറ്റുമുള്ള ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മദ്യം വിതരണം ചെയ്യുന്നതും നിരോധിച്ചു. മദ്യം സൂക്ഷിച്ചു വെക്കുന്ന വ്യക്തികൾക്കെതിരെയും നടപടികൾ എടുക്കും. ഇക്കാര്യത്തിൽ എക്സൈസ് കമ്മീഷണറെ ചുമതലപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്. ഇന്തോനേഷ്യയിൽ പിടിയിലായ ഛോട്ടാ രാജനെ ഇന്ത്യയിൽ വെച്ച് വധിക്കുമെന്ന് അധോലോക നായകൻ ഛോട്ടാ ഷക്കീൽ. അതേസമയം ഛോട്ടാ രാജനെ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഓസ്ട്രേലിയൻ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്തോനേഷ്യൻ പോലീസ് പിടികൂടിയ അധോലോക നായകൻ ഛോട്ടാ രാജനെ ഇന്ത്യക്ക് കൈമാറുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരാഴ്ചയ്ക്കകം ഛോട്ടാ രാജനെ ഇന്ത്യയിൽ എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അധികൃതർ അറിയിച്ചു. എന്നാൽ ഛോട്ടാ രാജനെ ജീവനോടെ വയ്ക്കില്ലെന്നും ഇന്ത്യയിൽ വെച്ച് തന്നെ വധിക്കുമെന്നും അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ അടുത്ത അനുയായി ഛോട്ടാ ഷക്കീൽ പറഞ്ഞു. ഇന്ത്യ ഗവൺമെന്റിനെ ഛോട്ടാ രാജനെ ലഭിച്ചാലും നിയമ നടപടിക്രമങ്ങൾ രാജനുമേൽ ചുമത്തുമോ എന്ന് സംശയമുണ്ട്. അതിനാൽ രാജനുള്ള ശിക്ഷ തങ്ങൾ തന്നെ നടപ്പാക്കുമെന്നും ദാവൂദിന്റെ കൂട്ടനുയായി വ്യക്തമാക്കി. ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഛോട്ടാ ഷക്കീലിന്റെ വെളിപ്പെടുത്തൽ. 2000-ൽ ബാങ്കോക്കിൽ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും രാജൻ സാഹസികമായി രക്ഷപ്പെട്ടു. 1993-ലെ മുംബൈ സ്ഫോടന പരമ്പരയ്ക്ക് ശേഷം
ദാവൂദുമായി തെറ്റിപ്പിരിഞ്ഞ ചോട്ടാരാജൻ 2001-ൽ ദാവൂദ് സംഘത്തിലെ ശരത് ഷെട്ടിയെയും കൊലപ്പെടുത്തിയിരുന്നു. അതേസമയം ചോട്ടാരാജനെ വിട്ടുകിട്ടുമ്പോൾ മുംബൈയിൽ എത്തിക്കണമെന്ന് മഹാരാഷ്ട്ര ആഭ്യന്തര സഹമന്ത്രി രാം കദം കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. SNDP ചങ്ങനാശ്ശേരി യൂണിയൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ്. സാമുദായിക സ്പർദ്ധ വളർത്തി വോട്ട് മറിക്കാൻ ആഹ്വാനം നൽകുന്ന നോട്ടീസ് പുറത്തിറക്കിയതിനാണ് കമ്മീഷന്റെ നോട്ടീസ്. CPIM കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം AV റസൽ നൽകിയ പരാതിയിലാണ് നടപടി. 14/10/2015 SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പുറത്തിറക്കിയ നോട്ടീസാണ് പരാതിക്കിടയാക്കിയത്. ദൈവമായ ശ്രീനാരായണ ഗുരുദേവനെ ആക്ഷേപിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിക്ഷ നൽകണമെന്നും തെരഞ്ഞെടുപ്പിൽ SNDPയുടെ പ്രതിഷേധം വോട്ടായി രേഖപ്പെടുത്തി CPM സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തണമെന്നുമാണ് നോട്ടീസിന്റെ ഉള്ളടക്കം. കേരള പഞ്ചായത്ത് രാജ് ആക്ട് 121, കേരള മുനിസിപ്പാലിറ്റി ആക്ട് 145 വകുപ്പുകൾ പ്രകാരം സാമുദായിക അംഗങ്ങളിൽ സ്പർദ്ധ വളർത്തുന്നതാണ് പ്രസ്തുത നോട്ടീസ്. പരാതിയിന്മേൽ ഈ മാസം 30-ന് SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയൻ പ്രസിഡന്റ് KV ശശികുമാറിനോടും സെക്രട്ടറി PM ചന്ദ്രനോടും ഹാജരാകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. നോട്ടീസ് അച്ചടിച്ച തുരുത്തിയിലെ ജിയോഗ്രാഫിക്സിനും നോട്ടീസ് അയച്ചു. കുറ്റം തെളിഞ്ഞാൽ 3 വർഷം തടവോ 10,000 രൂപയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. RMP UDF ധാരണയ്ക്ക് കൂടുതൽ തെളിവുകൾ പീപ്പിൾ TV പുറത്തുവിട്ടു. ഒഞ്ചിയത്ത് RMPക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് UDF ലഘുലേഖ പുറത്തിറക്കി. UDFന് സ്ഥാനാർത്ഥിയില്ലാത്ത വാർഡിൽ RMPക്ക് വോട്ട് നൽകാൻ UDF നിർദ്ദേശവും നൽകി. വടകര ഒഞ്ചിയം മേഖലകളിൽ RMPയും UDFും തമ്മിലുണ്ടാക്കിയ കൂട്ടുകെട്ടിന്റെ പുതിയ തെളിവുകളാണ് പീപ്പിൾ TV പുറത്തുവിടുന്നത്. ഒഞ്ചിയം, ഏറാമല, അഴിയൂർ, ചോറോട് ഗ്രാമപഞ്ചായത്തുകളിലും ചില ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും RMP സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് UDF നേതാക്കൾ പുറത്തിറക്കിയ ലഘുലേഖ പീപ്പിളിന് ലഭിച്ചു. UDF പഞ്ചായത്ത് കമ്മിറ്റി കൺവീനറുടെയും ചെയർമാന്റെയും പേരിൽ പുറത്തിറക്കിയ ലഘുലേഖയിൽ UDF മത്സരിക്കാത്ത വാർഡുകളിൽ RMPക്ക് വോട്ട് നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഒഞ്ചിയം മേഖലയിൽ പല വാർഡുകളിലും UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ലെന്നും ഇവിടങ്ങളിൽ RMP സ്ഥാനാർത്ഥികൾക്കായിരിക്കും UDF പ്രവർത്തകരുടെ വോട്ടെന്നും DCC പ്രസിഡന്റ് KC അബു കഴിഞ്ഞ ദിവസം പീപ്പിൾ TVയോട് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് UDF നേതൃത്വം RMP സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പരസ്യമായി രംഗത്തെത്തിയിരിക്കുന്നത്. UDF RMP സഖ്യം ഒഞ്ചിയത്തെ പ്രധാന പ്രചാരണ വിഷയമായിരിക്കുകയാണ്. CPIM ഏരിയ സെക്രട്ടറി EM ദയാനന്ദൻ. RMP UDF സഖ്യമെന്ന് പറയുന്നതിനേക്കാളേറെ RMPയും UDFും ചേർന്ന മുന്നണിയാണ് ശരിക്കും ഇവിടെ മത്സരത്തിൻ്റെ ഗോതയിലുള്ളത്. അതിനിടെ RMP നേതാക്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായി കോഴിക്കോട്ട് കൂടിക്കാഴ്ച നടത്തി. RMP UDF സഖ്യം സംബന്ധിച്ച ചർച്ചകളാണ് കൂടിക്കാഴ്ചയിൽ നടന്നതെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്.